ഇതില്ലാത്തതുകൊണ്ടേ സാറേ പ്ലാസ്റ്റിക് മാത്രമല്ല ഇപ്പൊ എടുക്കണത്. ഒരു വീട്ടിൽ 100 അല്ലേ, 400 രൂപയായിരുന്നു ഒരു വീട്ടിൽ. അപ്പം നമുക്ക് നല്ല ശമ്പളം ഉണ്ട്. ഇപ്പം ജൈവം ആരെടുക്കും? ഇതൊക്കെ പ്രൈവറ്റുകാരെടുത്ത് തമിഴ്നാട്ടിലെ കൊണ്ട് തള്ളും. കളക്ട് ചെയ്യുന്ന ആള് വരുമായിരുന്നു തമിഴ്നാട്ടിലെ ലോറി വന്ന് പന്നി ഫാമിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പൊ പക്ഷെ അത് പറ്റൂല. അവിടെ എല്ലാം പിടിച്ച് അവർ ആറ്റിലും തോട്ടിലും കരമന ആറ്റിലൊക്കെയാണ് കൊണ്ടുപോയിടുന്നത്. അങ്ങനെ ഭയങ്കര പരാതി കോർപ്പറേഷനിലൊക്കെ ഇതായി അങ്ങനെ നിർത്തലാക്കി. ഇപ്പൊ മറ്റേ എന്തോന്ന് ബിന്ന് വെക്കാൻ ബിന്ന് വെച്ച് വളം ഉണ്ടാക്കി. അല്ല, ബിന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കുമല്ലോ ഓപ്പറേറ്റ്. വീട്ടുകാർക്ക് നമ്മൾ വന്ന് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ല, അത് കോർപ്പറേഷൻ നിർബന്ധമാക്കും. അത് ആക്കി നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് ബിന്നിന് ഇത്ര രൂപ വെച്ച് തരുമായിരിക്കും. അത് 200 രൂപ വെച്ചാണ് നമ്മൾ പിന്നെ നല്ലത് സാറേ. പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ പുഴു ഒന്നും ഇല്ലാതെ നമ്മൾ അത് പരിപാലിച്ച് നമ്മൾ ഇതെല്ലാം എടുത്തോണ്ട് പോകും. നമ്മൾ ഏറ്റവും എഫക്റ്റീവ് അതാണ്. പരിപാലിച്ചില്ലെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് മാറും. പരിപാലിക്കുന്നുണ്ട്. അത് ഒരു പുഴുവ ഒന്നുമില്ല. നല്ല നീറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വളം നിങ്ങൾ എന്ത് ചെയ്യും? വളം നമ്മൾ കൊണ്ടുപോയി നമുക്ക് സ്ഥലം തന്നിട്ടുണ്ട്. തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞ സ്ഥലം തന്നിട്ടുണ്ട്. അവിടെ കൊണ്ടുപോകും അവര്. പിന്നെ അവരത് പാക്ക് ചെയ്ത് വിൽക്കും. അതറിയില്ല. അല്ല, ഇത് നിങ്ങൾ വിജയകരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? ചെയ്തോണ്ടിരിക്കുകയാണ്. ബിന്ന് വെക്കുന്നത് നല്ലതാണ്. അല്ല, ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് പറ്റുന്നറിയാം, ഇത് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാതെ കിടന്ന് നശിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുവാണെങ്കിൽ ചിലപ്പം അതിനകത്തൊരു സാധനം എടുത്തില്ല, ഒരു കെമിക്കൽ. എന്തോ അതിൻ്റെ പേര്? ചകിരിപ്പൊടി അല്ലാതെ ഇനോക്കല. ചിലപ്പോൾ മിക്കവാറും നടക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ കാശ് കിട്ടിയേക്കും. നടക്കട്ടെ. ബയോഗ്യാസ് ട്രെയിനിങ് ആയില്ല. വേണ്ട വിധത്തിൽ അത് പരിപാലിക്കാനുള്ള പിന്നെ ട്രെയിനിങ്ങോ അങ്ങനെ ഒരു സംവിധാനവും ചെയ്തില്ല. അതൊരു ചെറിയ ഫാൾട്ടാണ്. അല്ല, അതിനു മുമ്പ് പൈപ്പ് കമ്പോസ്റ്റ് വെച്ച് അതും പൊളിഞ്ഞു പോയി. പൈപ്പ് റിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും പരിപാലിക്കാനുള്ള ആൾക്കാർ ഇല്ലാത്തതിന്റെ പേരിലാണ് അത് ഇതായിപ്പോയത്. ശരിക്കുള്ള ട്രെയിനിങ്ങും കൊടുത്തില്ല. അത് പിന്നെ ജനങ്ങളുടെ മനസ്സിൽ അന്നത്തെ ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഹരിതകർമ്മക്കാര് ഒന്നരടമെങ്കിലും ഈ വീടുകളിൽ പോയിരിക്കും. കിച്ചൺ പിന്നെ പരിപാലിച്ചിരിക്കും. ഞങ്ങൾ തന്നെ ആ വേസ്റ്റ് വേണ്ട വിധം അത് നോക്കി അതിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് കുഴപ്പം വന്നാൽ ഞങ്ങൾ ഉടനെ അത് മാറ്റി പിന്നെല്ലാം കഴുകി ഞങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ജനങ്ങളുടെ മനസ്സില് അന്നത്തെ നമ്മളെ സഹായിക്കാം. ജനങ്ങളുടെ മനസ്സിൽ അന്നത്തെ പ്രശ്നം തന്നെയാണ് ഇന്നും. കിച്ചൺ പിന്നെന്ന് കേൾക്കുമ്പോഴേ പുഴു ഇല്ല സാർ. വർഷങ്ങളായിട്ട് സാറ് ഞങ്ങളെ കൂടെ വന്നാൽ ഞങ്ങൾ ഞാൻ ബയോഗ്യാസ് വെച്ചു. ബയോഗ്യാസ് അല്ല, ഈ കിച്ചൺ പിന്നെ നല്ല രീതിയിൽ പരിപാലിച്ച് അതിന്റെ വളം എടുത്ത് കൃഷി ചെയ്ത് അതിന്റെ ഫലം എടുക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരുണ്ട്. കാരണം അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പൊടി നല്ല. അല്ല, എത്ര ബിന്ന് വെക്കും? 3 എത്ര രൂപ തരേണ്ടത്? ആദ്യം 295 രൂപ സർക്കാരിന് കോർപ്പറേഷന് കൊടുക്കണം. കോർപ്പറേഷൻ അത് ഏജൻസിക്കാണ് പോകുന്നത്. ഏജൻസി നേരിട്ട് വന്ന് വീടുകളിൽ കൊടുത്ത് അത് ഇടേണ്ട രീതിയൊക്കെ അവര് അപ്പോൾ ഒരു ബിന്നിന് 200 രൂപ വെച്ച് കൊടുക്കണം. 3 എണ്ണമാണെങ്കിൽ 600 രൂപ കൊടുക്കണമായിരിക്കും. അങ്ങനെയല്ല, ഒരു സെറ്റാണ്. ഒരു സെറ്റ് കിച്ചൺ ബിന്നെന്ന് പറയുന്നത് 3 തട്ട്. അത് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ഞാനാരും വാങ്ങിച്ചില്ല. എനിക്ക് ബയോഗ്യാസ് ഉള്ള കാരണം ഇവിടെ പുല്ലെ കൊണ്ട് ഒത്തിരി വീടുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാമൻകുട്ടി സാർ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല രീതിയിൽ അതിനെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ആരും പുറത്ത് വേസ്റ്റ് കൊടുക്കൂല സാർ. കാരണം നല്ല നമ്മുടെ ഉമിക്കരിക്കല്ല, ആ ഉമിയില്ല, അതുപോലെ നല്ല വളം എടുത്ത് കൃഷി ചെയ്ത് അഭിപ്രായം പറയുന്നത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും വരുമാനം കുറഞ്ഞാലും നിങ്ങൾ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തോടു കൂടി നിങ്ങളുടെ വിഭാഗത്തിലുള്ളവർക്ക് എല്ലാവർക്കും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും വൻ മെച്ചങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും. ഞാൻ ആശാ വർക്കർമാരുടെ കൂടെ അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. 232 രൂപയാണ് പാവങ്ങൾക്ക് കിട്ടുന്നതെന്ന് 10 വർഷമായിട്ട്. അപ്പം അവരുടെ സമരത്തോടൊപ്പം പരിഹാരം ആയോ ഒക്കെ ഉള്ളു.
പരിഹാരം ഉണ്ടാക്കാതെ ഇത് തീരത്തില്ല. അപ്പം അവർ കയറിയില്ലെങ്കിൽ ശമ്പളം പോകുമെന്ന് പറഞ്ഞിട്ട് കുറേ പേരൊക്കെ കയറാനൊക്കെ പോകുന്നുണ്ട്. മാരക രോഗം പിടിച്ചിരുന്നാലും ആശാവർക്കർ ആ വീട്ടിൽ പോകുന്നുണ്ട്. അവർക്ക് ഇപ്പം അവരുടെ 100-200 പേരുടെ സമരം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടാൻ പോവുകയാണ്. 500 ബിന്ന് കൊണ്ടുവന്ന് വീടുകളിൽ കൊടുത്തിട്ടേ, ഒരു വാർഡിൽ കൊടുത്തിട്ടേ 3 പേരെ വെച്ച് 3 പേര് എത്ര വീടുകളിലെത്തും സാറേ? അങ്ങനെ വന്ന ഫാൾട്ടാണ്. അല്ല ഇപ്പം നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കിച്ചൺ ബിന്നിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല സാറേ. അത് വേണ്ട രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ ആരും വേസ്റ്റ് പുറത്ത് കൊടുക്കൂല. ഇത് ആൾക്കാരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുകയാണ്. മനസ്സിലായ? ശരി, ഓക്കെ. എനിക്ക് കാണും. എന്താ കണക്കൊക്കെ എഴുതുന്നത്? ഓരോ വീട്ടിൽ നിന്ന് എടുത്തിട്ട് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അക്കൗണ്ട് നേരെ അങ്ങ് നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് പോകും. നമ്മുടെ സിസ്റ്റത്തിലോട്ട് പോകും. പൈസ അടയ്ക്കുന്നത് ഇവിടുത്തെ അക്കൗണ്ടിൽ, വീട്ടിൽ നിന്ന് എടുക്കുന്നില്ലേ, ആ വീട്ടിലോട്ട് അക്കൗണ്ടിലോട്ട് വരും. നമ്പർ ഇതിന്റെ കണക്ക് മുഴുവൻ നിങ്ങളുടെ മെയിൻ ഓഫീസിലോട്ട് പോകും. ആ ഓക്കെ. ഹരിത കർമ്മസേന നമ്മൾ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്.